സെമസ്റ്റർ മൈക്രോ എക്കണോമിക്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ടൈപ്സ് ഓഫ് മാർക്കറ്റ്സ് ആയിരുന്നു. ഇത് നമ്മൾ പറയുന്നത് ഫേം എന്താണ്, ഇൻഡസ്ട്രി എന്താണ്, അതുപോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എ ഫേം ഈസ് ആൻ എൻറ്റിറ്റി ദാറ്റ് പർച്ചേസസ് വേരിയസ് പ്രൊഡക്റ്റീവ് ഫാക്ടേഴ്സ് ആൻഡ് ട്രാൻസ്ഫോം ദം ഇൻ ടു ഔട്ട്പുട്ട്സ് ദാറ്റ് ആർ സോൾഡ്. ഒരു ഫേം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥാപനമാണ്. എ ഫേം ഈസ് ആൻ എൻറ്റിറ്റി ദാറ്റ് പർച്ചേസസ് വേരിയസ് പ്രൊഡക്റ്റീവ് ഫാക്ടേഴ്സ്, അല്ലേ? ഉൽപ്പാദന ഘടകങ്ങൾ വാങ്ങുകയും അവ മാറ്റം വരുത്തിയിട്ട് ഔട്ട്പുട്ടാക്കി വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ത്? ഫേം എന്ന് പറയുന്നത്. സോ ഫേം ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദ ഇൻപുട്ട് മാർക്കറ്റ്സ് ആൻഡ് ദി ഔട്ട്പുട്ട് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഫേം ഇൻപുട്ട് മാർക്കറ്റും അതുപോലെ ഔട്ട്പുട്ട് മാർക്കറ്റിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ട്, ഒരു ഇടനിലക്കാരനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഫേം? ഫേം ഈസ് ആൻ എൻറ്റിറ്റി ദാറ്റ് പർച്ചേസസ് വേരിയസ് പ്രൊഡക്റ്റീവ് ഫാക്ടേഴ്സ് ആൻഡ് ട്രാൻസ്ഫോം ദം ഇൻ ടു ഔട്ട്പുട്ട് ദാറ്റ് ആർ സോൾഡ്. ഒരു ഫേം എന്ന് പറയുന്നത് എക്കണോമിക് സിസ്റ്റത്തിലെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റാണ്. ഒരു ഫേമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സവിശേഷതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ഈച്ച് ഫേം ഈസ് റിഗാർഡഡ് ആസ് സിംഗിൾ കൺസിസ്റ്റൻറ്റ് ഡിസിഷൻ ടേക്കിംഗ് യൂണിറ്റ്. ഓരോ വ്യവസായ യൂണിറ്റും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഓക്കെ, അത് സിംഗിളാണ്. അതിന് ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് ഡിസിഷൻ ടേക്കിംഗ് unit. Then second is most firms make their decision with the objective of profit maximization. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ലാഭം എന്ത് ചെയ്യുക, അത് മാക്സിമം അല്ലെങ്കിൽ പരമാവധി ആക്കുക എന്നുള്ളതാണ് എല്ലാ വ്യവസായ യൂണിറ്റിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത്. Then third is firms are the principal users of the services of factors of production. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദന ഘടകങ്ങളിലെ അവയുടെ സർവീസ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഫേംസാണ്. അപ്പോൾ എന്താണ് ഫേം? വാട്ട് ഈസ് ഫേംസ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് സവിശേഷതകൾ അറിഞ്ഞു വെക്കുക കേട്ടോ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ ഗ്രൂപ്പാണ്. ഇപ്പോൾ വ്യവസായ യൂണിറ്റുകളുടെ ഒരുപാട് വ്യവസായ യൂണിറ്റുകളുടെ ഗ്രൂപ്പാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ ആൻ ഇൻഡസ്ട്രി ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഫേംസ് ദാറ്റ് സെൽ ദി സെയിം ഓർ ക്ലോസ്ലി റിലേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ ഒരേപോലെയുള്ളതോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കുന്ന ഒരു കൂട്ടം വ്യവസായ യൂണിറ്റുകൾ ചേർന്നതാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അവിടെ രണ്ട് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് ഇൻഡസ്ട്രീനെ ഡിഫൈൻ ചെയ്യാറുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റ് ക്രൈറ്റീരിയ ആൻഡ് ദ സെക്കൻഡ് ഈസ് ടെക്നോളജിക്കൽ ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ ഫേമിൻ്റെ ഒരു കൂട്ടമാണ് ഇൻഡസ്ട്രി എന്നുള്ള ഗ്രൂപ്പാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ മാർക്കറ്റ് ക്രൈറ്റീരിയ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെയാണ് ഇൻഡസ്ട്രീനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. മാർക്കറ്റ് ക്രൈറ്റീരിയ സിമിലാരിറ്റി ഓഫ് പ്രൊഡക്ട്സ്. ആൻഡ് ഇൻഡസ്ട്രി ഈസ് കമ്പോസ്ഡ് ഓഫ് ദോസ് ഫേംസ് ഹൂസ് പ്രൊഡക്ട്സ് ആർ സഫിഷ്യൻ്റ്ലി സിമിലർ സോ ദാറ്റ് ദേ ആർ കൺസിഡർഡ് ആസ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇപ്പോൾ ഒരുപാട് സാദൃശ്യമുള്ളതും അതേപോലെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടായി കണക്കാക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അവ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ യൂണിറ്റുകൾ ചേർന്നതാണ് ഇൻഡസ്ട്രി എന്നാണ് മാർക്കറ്റ് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് പറയുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരുപാട് സാദൃശ്യമുള്ളതും അതേപോലെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യവസായ യൂണിറ്റുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് മാർക്കറ്റ് ഇൻഡസ്ട്രി എന്നുള്ളതാണ് മാർക്കറ്റ് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് പറയുന്നത്. The degree of similarity is measured by cross elasticity of demand. ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ സിമിലാരിറ്റി എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് ഇൻഡസ്ട്രി ഇൻക്ലൂഡ് ദ ഫേം ഹൂസ് ഡിമാൻഡ് കർവ്സ് എക്സിബിറ്റ് ഹൈ പ്രൈസ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഇത് മാർക്കറ്റ് ക്രൈറ്റീരിയ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഇൻക്ലൂഡ് ചെയ്യുന്ന ഫേംസിൻ്റെ കർവ് എന്ന് പറയുന്നത് ഹൈ പ്രൈസ് ക്രോസ് ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ ഉയർന്ന ക്രോസ് ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന ഡിമാൻഡ് കർവുകളുള്ള വ്യവസായ യൂണിറ്റുകളാണ് ഇവിടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ടെക്നോളജിക്കൽ ക്രൈറ്റീരിയ. ടെക്നോളജിക്കൽ ക്രൈറ്റീരിയ സിമിലാരിറ്റി ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ്. മാർക്കറ്റ് ക്രൈറ്റീരിയ സിമിലാരിറ്റി ഓഫ് പ്രൊഡക്റ്റ് ആയിരുന്നു. ടെക്നോളജിക്കൽ ക്രൈറ്റീരിയയിൽ പറയുന്നത് സിമിലാരിറ്റി ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്സ്.
According to this criterion, an industry is composed of those firms which use similar production process. ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉപയോഗിക്കുന്ന ഫേംസ് ഉൾക്കൊള്ളുന്നതാണ് ഇൻഡസ്ട്രി എന്നാണ് ടെക്നോളജിക്കൽ ക്രൈറ്റീരിയ ഉപയോഗിച്ച് പറയുന്നത് കേട്ടോ. ദ സിമിലാരിറ്റി മേ ലൈ ഇൻ ദ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ റോ മെറ്റീരിയൽസ് യൂസ്ഡ്. സിമിലാരിറ്റി എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് സിമിലാരിറ്റി മേ ലൈ ഇൻ ദി മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതിലാവാം? മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷനിലാവാം, അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽസ് ആണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് ഇൻഡസ്ട്രീനെ ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ്. നമുക്കറിയാം, ടൈപ്പ് ഓഫ് മാർക്കറ്റിൽ വരുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്. അതുപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് ഈസ് സെറ്റ് ടു ബി പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് വെൻ ഈച്ച് ഫേം ഹാസ് സീറോ മാർക്കറ്റ് പവർ. ഓരോ വ്യവസായ യൂണിറ്റും അതിൻ്റെ മാർക്കറ്റ് പവർ സീറോ ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാർക്കറ്റിനെയാണ് എന്ത് പറയുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. എന്താണ്? എ മാർക്കറ്റ് ഈസ് സെറ്റ് ടു ബി പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് വെൻ ഈച്ച് ഫേം ഹാസ് സീറോ മാർക്കറ്റ് പവർ. ഒരു ഫേമിനും പവറില്ലാത്ത, തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു മാർക്കറ്റിനെയാണ് എന്ത് പറയുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് പവർ എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് പവർ റെഫേഴ്സ് ടു ദി പവർ ടു ഇൻഫ്ലുവൻസ് മാർക്കറ്റ് പ്രൈസസ് ഓർ ദ ടേംസ് ഓൺ വിച്ച് ഇൻഡിവിജ്വൽ ഫേം സെൽസ് ദെയർ പ്രൊഡക്റ്റ്. മാർക്കറ്റിലെ പ്രൈസിനെ സ്വാധീനിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള വ്യവസായ യൂണിറ്റുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വ്യവസ്ഥകളെ നിശ്ചയിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, അല്ലേ? എന്താണ്? ദ ടേംസ് ഓൺ വിച്ച് ഇൻഡിവിജ്വൽ ഫേം സെൽസ് ദെയർ പ്രൊഡക്റ്റ്. ഏത് ടേംസിലാണ് ഇൻഡിവിജ്വൽ ഫേംസ് അവരുടെ കമ്മോഡിറ്റീസ് എല്ലാം വിൽക്കുന്നത്, അതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് മാർക്കറ്റ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതേപോലെ ടേംസ് ഓൺ വിച്ച് ഇൻഡിവിജ്വൽ ഫേം സെൽസ് ദെയർ പ്രൊഡക്റ്റ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫേംസും വിൽക്കുന്നത് ഒരു ഐഡൻറ്റിക്കൽ പ്രൊഡക്റ്റാണ്. സോ മാർക്കറ്റിൽ ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും തീരുമാനിക്കുന്നതാകും പ്രൈസ്. അവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫേംസിനും മാർക്കറ്റ് പവർ ഇല്ല, തീരുമാനമെടുക്കാനുള്ള കഴിവില്ല. പ്രൈസിലും അതേപോലെ അവർ വിൽക്കുന്ന ടേംസിലും ഒന്നും തീരുമാനമെടുക്കാനുള്ള കഴിവില്ല. The firm can sell any amount at the prevailing market price and have no power to influence that price. ഫേം എന്ത് ചെയ്യണം? മാർക്കറ്റ് പ്രൈസിൽ അവരുടെ സാധനങ്ങൾ വിൽക്കേണ്ടി വരും. അതായത് മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴാണ് പ്രൈസ് തീരുമാനിക്കുന്നത്. ആ ഒരു പ്രൈസിൽ എന്ത് ചെയ്യേണ്ടി വരും? ഫേം അവരുടെ സാധനങ്ങൾ വിൽക്കേണ്ടി വരും. പ്രൈസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആർക്ക് കഴിയില്ല? ഫേമിന് കഴിയില്ല. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ നീഡ് ഫോർ ഇൻഡിവിജ്വൽ ഫേം ടു കോമ്പീറ്റ് ആക്റ്റീവ്ലി വിത്ത് വൺ അനദർ സിൻസ് വൺ ഫേംസ് എബിലിറ്റി ടു സെൽ ഇറ്റ്സ് പ്രൊഡക്റ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ബിഹേവിയർ ഓഫ് എനി അതർ ഫേം. ഇപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഫേമിന് മറ്റൊരു ഫേമുമായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? കോമ്പറ്റീഷൻ നടത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഒരു വ്യവസായ യൂണിറ്റിന് അതിൻ്റെ ഉൽപ്പന്നം വിൽക്കാനുള്ള കഴിവ് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ ആശ്രയിക്കുന്നില്ല. അപ്പോൾ മറ്റുള്ള പെരുമാറ്റം നോക്കിയിട്ട് വേണ്ട എന്ത് ചെയ്യണം? മറ്റൊരു ഫേം അതിൻ്റെ സാധനങ്ങൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫേംസ് തമ്മിൽ ഒട്ടും മത്സരമില്ലാത്ത ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ് എന്ത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പേരിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് എ മാർക്കറ്റ് സ്ട്രക്ചർ ക്യാരക്ടറൈസ്ഡ് ബൈ ദി കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് റൈവൽറി അമംഗ് ദ ഇൻഡിവിജ്വൽ ഫേംസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു characteristics or assumptions of perfect competition. The first one is large number of buyers and sellers. Large number of buyers and sellers. എന്താണ്? ധാരാളം വാങ്ങലുകാരും അതേപോലെ വിൽപ്പനക്കാരും ഉണ്ടായിരിക്കും. There are many buyers and sellers in the market because there are so many firms. None of them can influence the market price. Similarly, no single buyer is large enough to affect the market price.
ഒരുപാട് ബയേഴ്സും ഒരുപാട് സെല്ലേഴ്സും ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? ഒരുപാട് ഫേംസ് ഉണ്ട്. ഒറ്റ ഫേമിന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? മാർക്കറ്റ് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസിനെ തീരുമാനിക്കാൻ ഒരു ബയർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ബയേഴ്സും സെല്ലേഴ്സും ഒരുപാടുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ് ഏത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സെക്കൻഡ് വൺ ഈസ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞതാണ് എന്താണ്? ഏകാത്മക സ്വഭാവമുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. ഇപ്പോൾ all the firms in the industry sell a homogeneous product. ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ഫേമും വിൽക്കുന്നത് ഒരേ സ്വഭാവമുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഹോമോജീനിയസ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദേ ആർ ഐഡൻറ്റിക്കൽ ഓർ ഇൻഡിസ്റ്റിങ്വിഷബിൾ. ഐഡൻറ്റിക്കൽ ആയിരിക്കണം, അതേപോലെ വേർതിരിക്കാൻ കഴിയാത്തതോ ആയ ഉൽപ്പന്നങ്ങളാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. ഒരേപോലെയുള്ളതോ അല്ലെങ്കിൽ വേർതിരിക്കാൻ കഴിയാത്തതോ ആയ ഉൽപ്പന്നങ്ങളാണ് എന്ത്? ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് വിൽ നോട്ട് പ്രിഫർ ദ പ്രൊഡക്റ്റ് ഓഫ് വൺ ഫേം ഓവർ ദി പ്രൊഡക്റ്റ് ഓഫ് അനദർ ഫേം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിന് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കുക എന്നൊരു സംഭവം ഇവിടെ ഇല്ല. അതായത് ഒരു വ്യവസായ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തോട് ഈ കൺസ്യൂമേഴ്സിന് കൂടുതൽ താല്പര്യം ഒരു കാരണവശാലും ഉണ്ടാവില്ല. എല്ലാം ഈക്വലാണ്. ഓക്കെ. തേർഡ് വൺ ഈസ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. Freedom of entry and exit means that new firms can enter and leave an industry without much difficulty. ഒരു പ്രയാസമില്ലാതെ ഇൻഡസ്ട്രിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ ഉള്ള ഒരു ഫ്രീഡം എവിടെയുണ്ട്? പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുണ്ട്. ദ എക്സിസ്റ്റൻസ് ഓഫ് ബാരിയേഴ്സ് വിൽ റെസ്ട്രിക്ട് ദ നമ്പർ ഓഫ് ഫേംസ് ഇൻ ആൻ ഇൻഡസ്ട്രി. ദിസ് വിൽ ഹെൽപ്പ് ദ ഫേംസ് ടു അക്വയർ മാർക്കറ്റ് പവർ ടു അഫക്ട് ദി പ്രൈസ് ഇൻ ദി മാർക്കറ്റ്. ബാരിയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റെസ്ട്രിക്ട് ദ നമ്പർ ഓഫ് ഫേംസ് ഇൻ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിലെ ഫേംസിന് റെസ്ട്രിക്റ്റ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റ് പവർ കിട്ടും. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്തില്ല? എൻട്രി ആൻഡ് എക്സിറ്റിന് ബാരിയർ ഇല്ല. ദർ ഈസ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ദെൻ ദ ഫോർത്ത് വൺ ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ലാഭം പരമാവധിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാർക്കറ്റിലുള്ള എല്ലാ ഫേമിൻ്റെയും വ്യവസായ യൂണിറ്റുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂവും അതേപോലെ ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് മാക്സിമൈസ് ചെയ്താലാണ് എന്തുണ്ടാവുന്നത്? ടോട്ടൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ. Then the fifth one is absence of government regulation. The government imposes no restrictions on price, output, entry and similar factors. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളുടെ അഭാവം. ഗവൺമെൻറ് നിയന്ത്രണമില്ല. അപ്പോൾ വില, അതേമാതിരി ഉൽപ്പന്ന പ്രൊഡക്റ്റ്, വിപണിയിലേക്കുള്ള എൻട്രി, ഇവയിലൊന്നും ഈ ഒരു ഘടകങ്ങളിലൊന്നും യാതൊരുവിധ നിയന്ത്രണങ്ങളും ഗവൺമെൻറ് ഏർപ്പെടുത്തുന്നില്ല. Okay, then the sixth one is absence of collusion. Collusion എന്ന് പറഞ്ഞാൽ രഹസ്യധാരണകളില്ല. All economic agents in the market act independently. Thus there is no collusion among buyers or sellers. അപ്പോൾ എല്ലാവരും സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ യാതൊരു കൊളൂഷനും ഇല്ല. And the seventh is price takers. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രൈസ് ടേക്കേഴ്സ്. ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഈച്ച് ഫേം ഈസ് എ പ്രൈസ് ടേക്കർ. അല്ലേ? ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യവസായ യൂണിറ്റും ഓരോ ഫേമും എന്താണ്? വില സ്വീകരിക്കുന്നവരാണ്, പ്രൈസ് ടേക്കറാണ്. ഇപ്പോൾ നമ്മൾ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ every firm in the market is so small relative to the size of the market that an individual firm cannot affect the price of any good or services. ഓരോ ഫേമും അതിൻ്റെ മാർക്കറ്റ് വൈസ് നോക്കുമ്പോൾ ഓരോ ഫേം എന്താണ്? ചെറുതാണ്. ഒരുപാട് ഫേം ഉള്ളതുകൊണ്ട് തന്നെ ബയേഴ്സ് സെല്ലേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ
ഒരു ഫേമിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ആ ഒരു മാർക്കറ്റിൽ ചെറുതായിരിക്കും. ഇറ്റ് ക്യാൻ സെൽ ആസ് മച്ച് ആസ് ഇറ്റ് വാണ്ട്സ് അറ്റ് ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് പ്രൈസ്. അവർക്ക് പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല, പക്ഷേ എന്ത് ചെയ്യാം, അവർക്ക് മാർക്കറ്റ് പ്രൈസിൽ എത്ര കമ്മോഡിറ്റി വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാൻ കഴിയും. സിൻസ് ദ ഫേംസ് കനോട്ട് അഫക്റ്റ് മാർക്കറ്റ് പ്രൈസസ് ആൻഡ് മസ്റ്റ് ആക്സെപ്റ്റ് ദ ഗോയിങ് മാർക്കറ്റ് പ്രൈസസ്, ഫേംസ് ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ് ആർ കോൾഡ് പ്രൈസ് ടേക്കേഴ്സ്. എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫേംസിനെ പ്രൈസ് ടേക്കേഴ്സ് എന്ന് പറയുന്നത്? അവർക്ക് പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല, ഉള്ള പ്രൈസിൽ അവർക്ക് അവരുടെ കമ്മോഡിറ്റി വിൽക്കാം. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഏതാണോ മാർക്കറ്റിലുള്ള പ്രൈസ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അവർ കമ്മോഡിറ്റി വിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫേംസിനെ പ്രൈസ് ടേക്കേഴ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. Since the product is identical, no producer has anything to gain by advertising a product which is indistinguishable from what competitors produce. Thus, in perfect competition, there is no selling cost. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽപ്പന ചെലവ് അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ പരസ്യത്തിന് വേണ്ടിയൊക്കെ ചിലവാക്കുന്നത് അതാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള പ്രൊഡക്റ്റൊക്കെ ഹോമോജീനിയസ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രൊഡ്യൂസറും അവരുടെ ഒരു ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ട് പരസ്യങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. കാരണം എന്താണ്? മറ്റു ഉൽപ്പാദകരുടെ ഉൽപ്പന്നത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നം വേർതിരിച്ചറിയാൻ കഴിയില്ല. സ്വന്തം പ്രൊഡക്റ്റിൻ്റെ ഒരു മേന്മ അല്ലെങ്കിൽ സ്വന്തം പ്രൊഡക്റ്റിൻ്റെ ഒരു ഡിഫറൻസ് എടുത്ത് പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു അഡ്വർടൈസ്മെൻറ്റിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സെല്ലിംഗ് കോസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അസംഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ അതിനെ പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറയുന്നു. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ റിക്വയർസ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദി ഫോളോയിങ് അഡീഷണൽ അസംഷൻ. നെക്സ്റ്റ് പറയുന്ന അസംഷൻസും കൂടെ ഉണ്ടെങ്കിൽ അതിനെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ട് നമുക്ക് പറയാം. പെർഫെക്റ്റ് നോളജ്. Ninth one is perfect knowledge. All buyers and sellers have complete knowledge about factors affecting the operation of the market. എന്താണ്? എല്ലാ ബയേഴ്സിനും അതുപോലെ സെല്ലേഴ്സിനും മാർക്കറ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും, പൂർണ്ണമായ അറിവുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു മാർക്കറ്റിലെ പ്രവർത്തനത്തെ ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെക്കുറിച്ചും എല്ലാ ബയേഴ്സിനും അതേപോലെ സെല്ലേഴ്സിനും അറിയാം. പ്രൊഡക്റ്റിൻ്റെ സ്വഭാവം, അതേപോലെ പ്രൈസ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബയേഴ്സിനും സെല്ലേഴ്സിനും അറിയാം. അതുകൊണ്ട് തന്നെ നോ ബയർ വിൽ ഓഫർ എ പ്രൈസ് ഹയർ ദാൻ ദി മാർക്കറ്റ് ഡിറ്റർമിൻഡ് പ്രൈസ്. മാർക്കറ്റ് തീരുമാനിച്ചിട്ടുള്ള പ്രൈസിനേക്കാളും കൂടുതൽ ഒരു ബയറും എന്ത് ചെയ്യുന്നില്ല, പ്രൈസ് ഓഫർ ചെയ്യുന്നില്ല. നോ സെല്ലർ വിൽ സെൽ അറ്റ് പ്രൈസ് ലോവർ ദാൻ ദി മാർക്കറ്റ് ഡിറ്റർമിൻഡ് പ്രൈസ്. മാർക്കറ്റ് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള പ്രൈസിനേക്കാളും താഴെ ആര് വിൽക്കൂല? സെല്ലേഴ്സ് വിൽക്കൂല. ഓക്കെ. Then the last one is perfect mobility of factors of production. In a perfectly competitive industry, the factors of production are free to move from one firm to another throughout the economy. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് അവരുടെ ഇഷ്ടപ്രകാരം ഒരു ഫേമിൽ നിന്ന് മറ്റൊരു ഫേമിലേക്ക് മൂവ് ചെയ്യാം. വർക്കേഴ്സ് ക്യാൻ മൂവ് ഫ്രം വൺ ജോബ് ടു അനദർ ആൻഡ് വൺ റീജിയൻ ടു അനദർ. ഒരു ഫേമിൽ നിന്ന് മറ്റൊരു ഫേമിലേക്കോ അല്ലെങ്കിൽ ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലേക്കോ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. Perfect mobility of factors requires that there are no barriers to prevent factor inputs from leaving firms and entering firms in the same industry or other industry. ഇതിൽ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യവസായ യൂണിറ്റ് ഒരു ഫേം വിട്ട് മറ്റൊരു ഫേമിലേക്ക് പോവാം, അതേപോലെ മറ്റൊരു ഫേമിൽ ചേരുന്നതിനോ യാതൊരു തടസ്സവുമില്ല. അങ്ങനെ തടസ്സമില്ലാതിരിക്കുമ്പോഴാണ് അവിടെ മൊബിലിറ്റി എന്ന് പറയുന്നത് ഉള്ളത്. പൂർണ്ണമായിട്ടും മൊബിലിറ്റി ഉണ്ട് എന്ന് പറയാം. ഓക്കെ. പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ് എന്നുള്ളത് ഓർത്ത് വെക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർത്ത് വെക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ.